ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതാക്കളിൽ പ്രധാനിയായ സാലി അൽ അരൂരി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിൽ നടന്ന ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി MC നാസർ ദുബൈയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സാലി അൽ അരൂരി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ ലബനാൻ സ്ഥലത്തേക്കൊന്നും ആക്രമണം നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബൈറൂത്തിലേക്കൊക്കെ ആക്രമണം വ്യാപിപ്പിച്ച സ്ഥിതിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധം പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടുത്തെ വളരെ ആപൽക്കരമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയാണ് ഡ്രോൺ ആക്രമണം നടന്നത്. അതും പ്രധാനപ്പെട്ട ഈ ലബനാനിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ഹമാസിൻ്റെ ഒരു ആസ്ഥാനമുണ്ടായിരുന്നു. ആസ്ഥാനത്തുണ്ടായിരുന്ന സാലി അൽ അരൂരി ഉൾപ്പെടെ 3 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഹമാസ് നേതൃത്വം തന്നെ അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, സാലി അൽ അരൂരിയെ സംബന്ധിച്ചിടത്തോളം ഹമാസിൻ്റെ ഏറ്റവും പ്രധാന മുൻനിര നേതാക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയകാര്യ ഉപാധ്യക്ഷൻ എന്ന പദവി കൂടി സാലി അൽ അരൂരിക്കുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ 15 വർഷത്തോളം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് സാലി അൽ അരൂരി. അതുമാത്രമല്ല, വെസ്റ്റ് ബാങ്കിലുള്ള ഈ ഹമാസിന്റെ സൈനിക വിഭാഗം അൽഖസാം ബ്രിഗേഡിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേലി സൈനികനെ അടക്കം റാഞ്ചിയ ബന്ദിയാക്കിയ സംഭവങ്ങളും മറ്റും ഉണ്ടാവുന്നത്. അതിശക്തമായിട്ടുള്ള സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ഒരുപോലെ തന്നെ കൊണ്ടുപോയ ഏറ്റവും അപൂർവമായിട്ടുള്ള ഹമാസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള തിരിച്ചടി കാര്യത്തിൽ അവർ നൽകുമെന്ന കാര്യം ഉറപ്പാണ്. ഹമാസ് മാത്രമല്ല, ലബനാൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിൽ ഇത്തരമൊരു ആക്രമണത്തിന് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിസ്ബുല്ലയെ വളരെ ശക്തമായിട്ടുള്ള കൂടുതൽ വ്യാപ്തിയുള്ളൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യവും ഉറപ്പാണ്. കാരണം നാളെ ഹസൻ നസ്രുല്ല, ഈ ഹിസ്ബുല്ലയുടെ നേതാവ്, നാളെ അണികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തൻ്റെ ഒരു മണ്ണിൽ, അല്ലെങ്കിൽ ലബനാൻ മണ്ണിൽ ഒരു ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയത് ഏറ്റവും ഗൗരവത്തിൽ തന്നെയാണ് ഹിസ്ബുല്ല കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം കുറെ കൂടി വ്യാപ്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൻ്റെ അവകാശവാദം തൽക്കാലം തങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന അർത്ഥത്തിൽ ഇതിനെ ലഘൂകരിച്ച് കാണാനാണ് ഇപ്പോൾ നെതന്യാഹു സർക്കാർ നീക്കം നടത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ്. നെതന്യാഹുവിൻ്റെ ഉപദേശകൻ അല്പം മുമ്പ് ഒരു അന്താരാഷ്ട്ര ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ ഇതിൻ്റെ അവകാശം ഏറ്റെടുക്കുന്നില്ല, ഇത് ലബനാനോ അല്ലെങ്കിൽ ഹിസ്ബുല്ലക്കോ നേരെയുള്ള ഒരു ആക്രമണം എന്ന അർത്ഥത്തിൽ പോലും തങ്ങൾ ഇതിനെ കാണുന്നില്ല എന്ന നിലയ്ക്കുള്ള. അതേസമയം ഒക്ടോബർ 7 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നിയമപരമായി തന്നെ ശിക്ഷിക്കാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് നെതന്യാഹുവിൻ്റെ ഉപദേശകൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇറാൻ അനുകൂല വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സൈനിക വിഭാഗങ്ങളും വളരെ ഗൗരവത്തിലാണ് ഈ ഒരു ആക്രമണത്തെ വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തിരിച്ചടി ഏത് അർത്ഥത്തിലേക്ക് പോകുമെന്നോ ഈ യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെ മാറുമെന്നോ എന്ന കാര്യം കൂടുതൽ ഒരു പക്ഷേ വരും ദിവസങ്ങളായിരിക്കും തെളിയിക്കേണ്ടത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നോട്ടമിട്ട പ്രധാന ഹമാസ് നേതാക്കളിൽ ഒരാളെ വകവരുത്താൻ സാധിച്ചു എന്ന സംതൃപ്തിയിലാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം. ഇതോടെ കൂടുതൽ സങ്കീർണതകളിലേക്ക് പ്രത്യാക്രമണങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം, ഇസ്രായേലിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഈ ഒരു സമയത്ത് എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലെ ഈ ഒരു സ്ഥിതി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഇസ്രായേലിന് വിപരീതമായി ബാധിക്കാനല്ലേ സാധ്യത കാണുന്നത്? അമൃത, തീർച്ചയായിട്ടും. കാരണം പിന്നിട്ട ഒരു 3 മാസം ഈ യുദ്ധം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നേട്ടം എടുത്തു കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും കൈക്കൊള്ളാൻ സാധിച്ചില്ല. അൽഖസാം ബ്രിഗേഡിന്റെ നേതാക്കളെ വകവരുത്താനുള്ള ആ നീക്കം നടന്നില്ല. ഇപ്പോൾ ഇന്ന് മാത്രമാണ് ഈ ലബനാനിലേക്ക് ആക്രമണം നടത്തി ആ ഒരു അർത്ഥത്തിൽ സാലി അൽ അരൂരിയെ കൊലപ്പെടുത്തിയത്. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള കടുത്ത പ്രതിഷേധത്തെ തൽക്കാലം അതിന് മറയിടാനുള്ളൊരു നീക്കം എന്ന നിലയ്ക്ക് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ നിരവധി സൈനികർ ഗസയിൽ പിന്നിട്ട ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഇസ്രായേലിനുള്ളിൽ വലിയ പരിഭ്രാന്തി, വേവലാതി പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിരിക്കണം വലിയ തോതിലുള്ള സൈനിക റെജിമെന്റിനെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള തീരുമാനം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ട്, കാരണം ഒരു മാസത്തിനുള്ളിലൊക്കെ തീരുമെന്ന് കരുതി കരയുദ്ധത്തിന് പുറപ്പെട്ടതാണ്. പക്ഷേ ഈ 3 മാസമായിട്ടും
നിർണായകമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ കരയുദ്ധത്തിലൂടെ നേടാൻ സാധിച്ചില്ല. അത് മാത്രമല്ല വലിയ തോതിലുള്ള സൈനിക നഷ്ടവും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കറിയാൻ സാധിക്കും, രണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും വടക്കൻ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഗസയുടെ ഭാഗത്തു നിന്നും ആയിരങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. യുദ്ധത്തിന് വേണ്ടി വലിയ തോതിലുള്ള സാമ്പത്തിക ഫണ്ടാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ആയിരിക്കണം ഒരുപക്ഷെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോകുന്നത്. കാരണം സാമ്പത്തിക വളർച്ച നേരത്തെ രേഖപ്പെടുത്തിയിൽ നിന്ന് വലിയ തോതിൽ ഗണ്യമായി ഇടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ സെൻട്രൽ ബാങ്ക് ഗവർണർ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. അനാവശ്യമായ എല്ലാ ചെലവുകളും അടിയന്തരമായി നിർത്തേണ്ടതുണ്ട്, യുദ്ധ ബജറ്റിൽ ഭേദഗതി വരുത്തേണ്ടതുണ്ട്, അല്ലാത്ത പക്ഷം കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സമ്പദ്ഘടന നീങ്ങും എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് നെതന്യാഹു സർക്കാരിന് മുമ്പാകെ സെൻട്രൽ ബാങ്ക് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമൃത. നാസർ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണമാണ്. നമുക്കറിയാം നിരവധി കപ്പൽ സർവീസുകളൊക്കെ ഈ ഒരു ആക്രമണം മൂലം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെങ്കടലിലെ ആക്രമണം ആഗോള വിപണിയെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അവിടുത്തെ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളിലേക്കുള്ള ഒരു ചരക്ക് കടത്തും ഈ ചെങ്കടൽ മുഖേന നടക്കാത്തൊരു സാഹചര്യമുണ്ട്. പല തുറമുഖങ്ങളുടെയും അവസ്ഥ, പ്രത്യേകിച്ച് കയറ്റിറക്കുമതി നിലച്ച ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് മറ്റ് പല ലോകരാജ്യങ്ങളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട വൻകിട ഷിപ്പിംഗ് കമ്പനികൾ പലതും ഈ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് കടത്തിൽ നിന്ന് പിന്മാറ്റം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടതുകൊണ്ട് ചില കമ്പനികൾ ഈ ചരക്ക് കടത്തുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഹൂത്തികളെ വധിക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അത്തരമൊരു നടപടി. 10 ഹൂത്തികളാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ ആക്രമണത്തിൽ. ഇതേ തുടർന്നുള്ള ആശങ്ക നിമിത്തം പല കമ്പനികളും വിട്ടുനിൽക്കാൻ തന്നെയുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാന്റെ യുദ്ധക്കപ്പൽ കൂടി ഇന്നലെ ഈ ചെങ്കടൽ ഭാഗത്തേക്ക് നീങ്ങിയത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഹൂത്തികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ യുദ്ധക്കപ്പൽ ഇപ്പോൾ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പക്ഷേ വ്യാപകമായിട്ടുള്ളൊരു ആക്രമണത്തിനോ ഹൂത്തികൾക്കെതിരെയോ യമനു നേരെയോ തങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ ചെങ്കടൽ ഭാഗത്തും രൂപപ്പെട്ടിരിക്കുന്നത്. അമൃത. ശരി, നന്ദി നാസർ, ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന്. ദുബൈയിൽ നിന്ന് MC നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.